എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ബിഗ് ബെൻ എന്ന സിനിമയെക്കുറിച്ചാണ്. വിനയ് ഫോർട്ട്, അതിഥി രവി, അനു മോഹൻ എന്നിവർ പ്രധാന റോളിലെത്തിയ മലയാള സിനിമയാണ് ബിഗ് ബെൻ. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ ഡ്രാമ ഫാമിലി സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സൺനെക്സ്റ്റ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ സിനിമ മെയ് 30 ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് സൺനെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് ഡാൻസ് പാർട്ടി എന്ന സിനിമയെക്കുറിച്ചാണ്. 2023 തിയേറ്ററിലേക്ക് എത്തി ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, ലെന, പ്രയാഗ മാർട്ടിൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഡ്രാമ ഫാമിലി മലയാള സിനിമയാണ് ഡാൻസ് പാർട്ടി. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ചിത്രം കാത്തിരിപ്പിനൊടുവിൽ മെയ് 30 ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് മനോരമ മാക്സ് വഴി സ്ട്രീം ചെയ്യും. അടുത്ത അപ്ഡേറ്റ് റെട്രോ എന്ന സിനിമയെക്കുറിച്ചാണ്. സൂര്യ നായകനായി കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്ത് മെയ് തിയേറ്ററിലേക്ക് എത്തി പരാജയപ്പെട്ട തമിഴ് സിനിമയാണ് റെട്രോ. ആക്ഷൻ ഡ്രാമ ത്രില്ലർ ജോണിൽ തിയേറ്ററിലേക്ക് എത്തിയ സിനിമയിൽ പൂജ ഹെഗ്ഡെയാണ് നായികയായി എത്തിയത്. ഇപ്പോഴത്തെ ചിത്രം OTT റിലീസ് പ്ലാൻ ചെയ്യുമ്പോൾ നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് മെയ് 30 നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഇൻട്രോഗേഷൻ ഒരു ബോളിവുഡ് സിനിമയാണ്. ZEE5 OTT റൈറ്റ്സ് സ്വന്തമാക്കി രാജ്പാൽ നാവറാങ് നായകനായി ഡയറക്റ്റ് OTT റിലീസ് പ്ലാൻ ചെയ്യുന്ന ബോളിവുഡ് സിനിമയാണ് ഇൻട്രോഗേഷൻ. ഡ്രാമ ത്രില്ലർ ജോണറിൽ എത്തുന്ന സിനിമ മെയ് 30 ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ZEE5 വഴി സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത അപ്ഡേറ്റ് ജെറി എന്ന സിനിമയെക്കുറിച്ചാണ്. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന മറ്റൊരു മലയാള സിനിമയാണ് ജെറി. സണ്ണി വെയിൻ, കോട്ടയം നസീർ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. കോമഡി സസ്പെൻസ് ജോണറിൽ കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് എത്തി അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ സിനിമ സിംപ്ലി സൗത്ത് മനോരമ മാക്സ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകൾ വഴി മെയ് 30 ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് OTT റിലീസ് ചെയ്യുന്നതാണ്. നിഴർക്കുടൈ ശിവ അറുമുഖൻ സംവിധാനം ചെയ്ത് ഡെക്കായിനി പ്രധാന റോളിലെത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ്. മെയ് 9 തിയേറ്ററിലേക്ക് എത്തിയ സിനിമ ഇപ്പോൾ OTT റിലീസ് പ്ലാൻ ചെയ്യുമ്പോൾ മെയ് 30 ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോം വഴി ചിത്രം OTT റിലീസ് ചെയ്യും. അടുത്ത അപ്ഡേറ്റ് തുടരും എന്ന സിനിമയെക്കുറിച്ചാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായി ശോഭന തകർത്ത് അഭിനയിച്ച ആക്ഷൻ ക്രൈം ഫാമിലി മലയാള സിനിമയാണ് തുടരും. ചിത്രത്തിന് ലോകമെമ്പാടും നിന്നും ഹെവി പോസിറ്റീവ് റെസ്പോൺസാണ് നേടാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ തുടരും OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് മെയ് 30 ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ OTT റിലീസിനായി. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയെക്കുറിച്ചാണ്. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് ഉണ്ണിമുകുന്ദൻ, നിഖില വിമൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ കോമഡി ഡ്രാമ മലയാള സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഫെബ്രുവരി മാസം തിയേറ്ററിലേക്ക് എത്തിയ സിനിമയുടെ OTT റിലീസിനായി നിരവധി ആരാധകരാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഒഫീഷ്യലായി മനോരമ മാക്സ് സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ചിത്രം പെരുന്നാൾ സ്പെഷ്യലായി ജൂൺ ആദ്യ ആഴ്ചയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.